നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. റേഡിയോളജി സ്പെഷ്യാലിറ്റിയും റേഡിയേഷൻ ഓങ്കോളജി സ്പെഷ്യാലിറ്റിയും രണ്ടാണ് എന്ന് സൂചിപ്പിച്ചും തിരൂർ ജില്ലാ ആശുപത്രിയിൽ പുതിയ ഡോക്ടറെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് കത്തയച്ചു. യുവനടിക്ക് അശ്ലീല സന്ദേശമയച്ച MLA രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ തിരൂർ നഗരത്തിൽ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം ബ്ലോക്ക് സെക്രട്ടറി P. സുമിത് ഉദ്ഘാടനം ചെയ്തു. തിരൂർ നിറമരുതൂർ പത്തമ്പാടിൽ കിണർ അപ്രത്യക്ഷമായി. നിറമരുതൂർ പഞ്ചായത്തിൽ 8ാം വാർഡിലെ പാണംതൊടിയിൽ കുഞ്ഞാലിയുടെ വീട്ടിലെ കിണറാണ് ഇന്നലെ രാവിലെ അപ്രത്യക്ഷമായത്. വീട്ടുകാർ കുടിക്കുവാനും അടക്കം ഉപയോഗിക്കുന്ന 30 അടിയോളം ആഴമുള്ള കിണറിന് 25 വർഷത്തോളം പഴക്കമുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നവീകരിച്ച അമ്മത്തൊട്ടിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KV മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതുവരെ 1050 കുട്ടികളെയാണ് സംസ്ഥാനത്തെ അമ്മത്തൊട്ടിലിൽ ലഭിച്ചത്. പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ പരാതി പരിഹാര അദാലത്ത് സമാപിച്ചു. കമ്മീഷൻ അംഗങ്ങളായ TK വാസു, അഡ്വക്കേറ്റ് സേതുനാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് 2 ദിവസങ്ങളിലായി അദാലത്ത് നടത്തിയത്. ചമ്പ്രാട്ടം റോഡിൽ പെട്ടെന്ന് കുഴിയുണ്ടാകുന്നത് വലിയ ഭാരം വഹിക്കാനുള്ള ശേഷിയില്ലാത്തതിനാലാണെന്ന് മരാമത്ത് വകുപ്പ്. പാടശേഖരങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്നതിനാൽ മഴവെള്ളം കെട്ടിനിന്നും കുഴികൾ രൂപപ്പെടുന്നതെന്ന് മരാമത്ത് വകുപ്പിന്റെ പഠനം. കടൽ മാക്രശല്യം രൂക്ഷമായതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് വൻ നാശനഷ്ടം. വലയിൽ കുടുങ്ങിയ മാക്രികൾ വലകൾ കടിച്ചു കയറിയാണ് നാശമുണ്ടാക്കുന്നത്. വല കീറുമ്പോൾ വലയിലാകുന്ന മുഴുവൻ മീനുകളും കടലിൽ തന്നെ നഷ്ടപ്പെടും. തിരൂർ ചമ്പ്രാട്ടം റോഡ് പൂർണ്ണമായി നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തവനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി തിരൂർ മരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസം ചമ്പ്രാട്ടം റോഡിലെ കുഴി അടക്കാത്തതിൽ പ്രതിഷേധിച്ച് SP മണികണ്ഠൻ നടത്തിയ പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ദേശീയ മാനവികവേദി 2ാം വാർഷികാഘോഷ പരിപാടികൾക്കായി ഒരുക്കങ്ങൾ പൂർത്തിയായി. ഓഗസ്റ്റ് 23, 24 തീയതികളിൽ തുഞ്ചൻ പറമ്പിലാണ് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പൊതുസമ്മേളനം പ്രമുഖ നടനും സംവിധായകനുമായ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്യും. നാഷണൽ ഹൈവേ കുറ്റിപ്പുറത്ത് സ്ഥിരം അപകടങ്ങൾക്ക് കാരണം നിർമ്മാണ കമ്പനിയായ KNRCയുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണെന്ന് ഉടൻ പരിഹാരം കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് SDPI മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലയിലെ കലോത്സവങ്ങളിൽ സംഘാടക സമിതിയിൽ ഡാൻസ് കോസ്റ്റ്യൂം സംഘടനാ പ്രതിനിധികളെ ഉൾപ്പെടുത്തണമെന്ന് കേരളത്തിലെ ഡാൻസ് കോസ്റ്റ്യൂം ഷോപ്പുകളുടെ ഉടമകളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് പെർഫോമിംഗ് ആർട്സ് കോസ്റ്റ്യൂമേഴ്സിന്റെ തിരൂരിൽ നടന്ന 2ാം സംസ്ഥാന സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഓയിസ്ക ഇന്റർനാഷണൽ തിരുനാവായ ചാപ്റ്റർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ആധുനിക കൃഷിരീതികൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഓയിസ്ക ഇന്റർനാഷണൽ സൗത്ത് ഇന്ത്യ ചാപ്റ്റർ സെക്രട്ടറി ജനറൽ M. അരവിന്ദ ബാബു ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.